به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما وأوفوا بعهد الله إذا عاهدتم ولا تنقضوا الأيمان بعد توكيدها وقد جعلتم الله عليكم كفيلا إن الله يعلم ما تفعلون പ്രിയമുള്ള സത്യവിശ്വാസി വിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു തആലയുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളും കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ചു പാലിച്ചു തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് അതിന്റെ പ്രാധാന്യത്തോടും ഗൗരവത്തോടും കൂടി അവരെ ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ഇഷ്ടപ്പെട്ട രൂപത്തിൽ ജീവിക്കുവാനും അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കി ലോകത്തോട് വിട പറയുവാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 16-ാം അധ്യായം സൂറത്തു നഹ്ലിലെ 91-ാമത്തെ വചനമാണ് ആമുഖമായി ഞാൻ ഓതി കേൾപ്പിച്ചത്. പരിശുദ്ധമായ റമദാൻ മാസം എത്രയോ വേഗത്തിലാണ് നമ്മോട് യാത്ര പറയുന്നത്. ആ വേഗത നമ്മുടെ മനസ്സുകൂടെ വല്ലാതെ വേദനിപ്പിക്കേണ്ടതുണ്ട്. കാരണം നമുക്ക് മുമ്പേ റമദാനിനോട് യാത്ര പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട്. ഒരു പക്ഷെ അവരും കരുതിയിരുന്നു ഇൻഷാ അല്ലാഹ് വരുന്ന റമദാൻ കൂടുതൽ നന്നായി ഉപയോഗപ്പെടുത്തി പരലോകത്ത് എനിക്ക് അനുകൂലമായി നിൽക്കുന്ന രൂപത്തിൽ ഉപയോഗപ്പെടുത്തണമെന്ന് ആഗ്രഹിച്ചു കൊണ്ടു നടന്ന ആളുകളൊക്കെ ആയിരിക്കണമല്ലോ. പക്ഷെ അവർ ആ അവസരം വരുന്നതിന് മുമ്പേ അള്ളാഹു നൽകിയ അവധി പൂർത്തിയാവുകയും നമ്മോട് വിട പറയുകയും ചെയ്തു. അള്ളാഹു നമുക്ക് നമ്മുടെ ആയുസ്സിൽ വീണ്ടും ഒരു റമദാനിനെ സ്വീകരിക്കാൻ അവസരം നൽകി. പരമാവധി നമ്മൾ ഉപയോഗപ്പെടുത്താൻ പരിശ്രമിച്ചു എന്ന് നമ്മൾ ഓരോ ആളുകളും സത്യസന്ധമായി വിലയിരുത്തുക. അല്ലാഹു സുബ്ഹാനഹു തആല ഈ റമദാനിൽ നാം നിർവഹിച്ച മുഴുവൻ ആരാധന കർമ്മങ്ങളും നന്മകളും അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുകയും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ.
ഈ റമദാനിലൂടെ നാം നേടിയെടുത്ത വലിയ ആത്മീയമായ ചൈതന്യവും ഈമാനികമായ കരുത്തും ആത്മനിയന്ത്രണവും ഒക്കെയും തുടർന്നുള്ള ജീവിതത്തെ നിലനിർത്തിക്കൊണ്ടു പോകാനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. യഥാർത്ഥത്തിൽ റമദാൻ വിട പറയുമ്പോൾ ഒരു വിശ്വാസിയുടെ മനസ്സിലുണ്ടാകുന്ന ഏറ്റവും വലിയ ഒരു ദുഃഖം, ഒരു വേദന എന്ന് പറഞ്ഞാൽ, എനിക്ക് അനുഭവപ്പെട്ട വേദന അതാണ്. ഖുർആനിന് സമാനമായ ഒരു ആയത്താണ് ആ വേദനയ്ക്കുള്ള ഒരു ഘടകം എന്നുള്ളതാണ്. ഈ ഒരു റമദാൻ മാസത്തിൽ നമ്മൾ വലിയ ഒരു സംരക്ഷണ വലയത്തിലായിരുന്നു. നമുക്ക് തന്നെ ഒരു സുരക്ഷിതത്വം അനുഭവിക്കപ്പെട്ടിരുന്നു. കാരണം എന്താണ്? ഒന്ന്, അള്ളാഹുവിന്റെ പ്രത്യേകമായി തിരഞ്ഞെടുക്കപ്പെട്ട റമദാൻ മാസമാണ്. അള്ളാഹുവിന്റെ പ്രത്യേകമായ ശ്രദ്ധയും കരുതലും ഒരു സംരക്ഷണവും ഒക്കെ ഈ മാസത്തിലുണ്ട്. മാത്രവുമല്ല, എല്ലാ നിരക്കും അള്ളാഹു സാഹചര്യങ്ങൾ പോലും നമുക്കതിന് അനുകൂലമാക്കി തന്നു എന്നുള്ളതാണ്. സ്വർഗത്തിന്റെ വാതിലുകൾ തുറന്നു വച്ച് നരകത്തിന്റെ വാതിലൊക്കെ അടച്ച് പിശാചിനെയൊക്കെ നിയന്ത്രിച്ച് നന്മകൾക്കും 10, 70, 700 ഇരട്ടിയായി തന്ന് അങ്ങനെ എല്ലാം നമുക്ക് അനുകൂലമാക്കി തന്നപ്പോൾ നമ്മൾ പരമാവധി അത് ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുകയുണ്ടായി. ഞാൻ പറഞ്ഞത് സുരക്ഷിതത്വം, ഒരു സംരക്ഷണം എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന 2 സംഗതികളുണ്ട്. വമാ കാന അല്ലാഹു ലിയുഅദ്ദിബഹു അൻത ഫീഹി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, അങ്ങ് ജീവിച്ചിരിക്കുന്ന ഒരു സമൂഹത്തിൽ അങ്ങയെ പരിഗണിച്ച് ഒരു പൊതു ശിക്ഷ ആ സമൂഹത്തിലേക്ക് നാം ഇറക്കില്ല എന്നാണ്. അപ്പോ നബിയുടെ കാലത്ത് അന്ന് ശത്രുക്കൾ നബിയോട് പറഞ്ഞു, മുഹമ്മദ് നീ പറയുന്നത് സത്യമെങ്കിൽ ആകാശത്തുനിന്ന് കൽമഴ വർഷിച്ച് അങ്ങട് തീർത്ത് കളഞ്ഞേരെ എന്ന് ഇവര് പലപ്പോഴായി നബിയെ വെല്ലുവിളിച്ചിരുന്നു. അപ്പൊ അവര് പറഞ്ഞത്, അത് നിങ്ങൾക്ക് മേലെ ശിക്ഷ ഇറക്കാൻ കഴിയാത്തത് കൊണ്ടല്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങളിൽ ജീവിച്ചിരിക്കുന്നു, അതുകൊണ്ട് അദ്ദേഹത്തെ പരിഗണിച്ചിട്ട് ഞാൻ ഒരു പൊതു ശിക്ഷ ഇറക്കുന്നില്ല എന്ന ഗ്യാരണ്ടി ആ സമൂഹത്തോട് കൊടുത്തു. ആ ഗ്യാരണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൂടി അവസാനിച്ചു. പക്ഷെ നമുക്ക് നിരാശപ്പെടാം. അള്ളാഹു തൊട്ട് താഴെ പറയാണ്, വമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. പ്രവാചകരെ, ഏതൊരു ജനതയാണോ ഇസ്തിഗ്ഫാറിൽ മുഴുകി ഇരിക്കുന്നത് അവരെയും ഞാൻ ശിക്ഷിക്കുകയില്ല എന്നാണ്. അപ്പൊ തൗബയിലും ഇസ്തിഗ്ഫാറിലും പ്രാർത്ഥനകളിലും നമസ്കാരത്തിലും ആരാധന കർമ്മത്തിലും മുഴുകിയിരിക്കുന്ന ഒരു ജനതയെ, ഒരു സമൂഹത്തെ ദൈവികമായ ശിക്ഷ കൊണ്ട് അള്ളാഹു പിടികൂടുകയില്ല എന്ന സംരക്ഷണം ഈ റമദാനോട് കൂടി അവസാനിക്കുന്നു എന്നതാണ് ഞാൻ പറഞ്ഞ വേദന എന്ന് പറഞ്ഞത്. അപ്പൊ ആ വേദന നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം. സഹാബത്ത് പറഞ്ഞത്, റമദാനിനെ ശരിക്കും ഒരു വിശ്വാസി മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ വർഷം മുഴുവൻ റമദാൻ ആയിരുന്നുവെങ്കിൽ എന്ന് കൊതിച്ചു പോകുന്ന അതൊരു വിശ്വാസിയുടെ മനസ്സാണ്. കാരണം റമദാനിനെ കുറിച്ച് നമ്മൾ അറിയുമ്പോൾ അള്ളാഹുവെ ജീവിതം മുഴുവൻ അല്ലെങ്കിൽ വർഷം മുഴുവൻ റമദാൻ ആയിരുന്നുവെങ്കിൽ എന്ന് കൊതിച്ചു പോകുമാർ റമദാനിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുകയാണ്. സഹോദരൻ, അങ്ങനെ ആയിരിക്കണം നമ്മുടെ മനസ്സിലെ വേദന എന്നുള്ളതാണ്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കണം എന്ന മനസ്സിൽ ഇങ്ങനെ കടന്നു വരുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്താണെന്നറിയോ? നമ്മുടെയൊക്കെ ജീവിതത്തിന് ഏറ്റവും ആത്യന്തികമായ ലക്ഷ്യം എന്താ എന്ന് ചോദിച്ചാൽ നമുക്ക് ഒരു ഉത്തരവുള്ളൂ, ഫമൻ സുഹ്സിയ അനിൻ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ. നരകത്തിൽ നിന്ന് നരകത്തിൽ പോകാതെ, നരകത്തിൽ പോകാതെ സ്വർഗത്തിൽ പോകണം. ഇതാണ് നമ്മുടെ ലക്ഷ്യം. അത് മാത്രമായിരിക്കണം ലക്ഷ്യം. അള്ളാഹു അത്ര സൗഭാഗ്യവാന്മാരിൽ നമ്മളെല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗപ്രവേശനമാണ് നമ്മുടെ ലക്ഷ്യം. സഹോദരന്മാർ, അതുകൊണ്ട് മാത്രമായില്ല. ഒരു വിശ്വാസിയുടെ മനസ്സിൽ കൊണ്ടു നടക്കേണ്ട, അത് നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ട ആത്യന്തികമായ ഒരു ആഗ്രഹമുണ്ട്. ആഗ്രഹമാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. എന്താഗ്രഹം എന്നറിയോ? നമുക്ക് സ്വർഗത്തിൽ കടന്നാൽ അത് മാത്രം പോരാ എന്നാണ്. എന്താണ് നമുക്കുള്ള ആഗ്രഹം? അല്ലാഹു സുബ്ഹാനഹു വ തആലയെ
കൺനിറയെ കാണാനുള്ള അവസരം നമുക്ക് കിട്ടണം എന്നുള്ളതാണ്. കാരണം അങ്ങനെ ഒരു തൗഫീക്ക് സ്വർഗത്തിൽ വിശ്വാസികൾക്ക് കിട്ടുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങനെയാണോ അവന്റെ ദാത്ത്, അല്ലാഹു എങ്ങനെയാണോ ഉള്ളത്, ആ പൂർണ്ണമായ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചത്, പൂർണ്ണ നിലാവുള്ള ഒരു രാത്രിയിൽ പൂർണ്ണ ചന്ദ്രനെ എത്ര ക്ലിയർ ആയി നിങ്ങൾ കാണുന്നുവോ അതിനേക്കാൾ ഭംഗിയായി നിങ്ങൾ തറൗന റബ്ബക്കും, ഉറപ്പായും നിങ്ങൾ സ്വർഗത്തിൽ നിങ്ങൾ റബ്ബിനെ കണ്ടുമുട്ടും എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹം എന്താണെന്നറിയോ? മരണത്തിന് ശേഷം സ്വർഗത്തിൽ എത്തിയിട്ട് അള്ളാനെ കാണണം എന്നുള്ളതാണ്. ഞാൻ അങ്ങനെ പറയാൻ കാരണം, യഹലോകത്ത് അള്ളാഹുവിനെ കാണാൻ കഴിയുമെന്ന് ചോദിച്ചാൽ കഴിയുകയില്ല എന്നതാണ് നമ്മുടെ വിശ്വാസം. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല ചില ആശയങ്ങൾ നൽകിയിട്ട് നിങ്ങൾക്ക് എന്നെ കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെയാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുദ്സിയ ഒരു ഹദീസ് വിശദീകരിക്കുന്നുണ്ട്. പരലോകത്ത് വരുമ്പോൾ നമ്മയൊക്കെ അള്ളാഹു നിർത്തിയിട്ട് ചോദിക്കും, ഞാൻ രോഗിയായി കിടന്നിരുന്നല്ലോ, നീ എന്നെ കാണാൻ വന്നില്ലല്ലോ എന്ന് നമ്മോട് ചോദിക്കുമ്പോൾ നമ്മൾ പറയും, അല്ലാഹുവേ, നീ എങ്ങനെ രോഗിയാകാനാണ്? നീ റബ്ബുൽ ആലമീനല്ലേ, നീ രോഗിയാകുമോ? അപ്പൊ അള്ളാഹു പറയും, ശരിയാണ്, ഞാൻ രോഗിയായിട്ടില്ല. പക്ഷെ എൻ്റെ ഇന്ന അടിമ മാസങ്ങളോളം വർഷങ്ങളോളം രോഗിയായി കിടന്നിരുന്നു, നിനക്കത് അറിയാമായിരുന്നു. പക്ഷെ നീ അവിടെ വന്നിരുന്നുവെങ്കിൽ ലവജത്തനി, നിനക്ക് എന്നെ അവിടെ കാണാമായിരുന്നല്ലോ, നിനക്ക് എന്നെ അവിടെ കാണാമായിരുന്നല്ലോ. അടുത്ത ചോദ്യം, ഞാൻ പട്ടിണിയായി കിടന്നിരുന്നു. അപ്പോൾ നമ്മൾ പറയും, അല്ലാഹുവേ, നീ റബ്ബുൽ ആലമീൻ എങ്ങനെ പട്ടിണിയാകാനാണ്? അല്ലാഹു പറയും, ശരിയാണ്, ഞാൻ പട്ടിണിയായിട്ടില്ല. പക്ഷെ എൻ്റെ അടിമ ആഴ്ചകളോളം പ്രയാസപ്പെട്ട് പട്ടിണിയായി കിടന്നിരുന്നു, നിനക്ക് അങ്ങനെ ഒരു വിവരവും അറിയാമായിരുന്നു. നീ അവനെ സന്ദർശിച്ചിരുന്നുവെങ്കിൽ ലവജത്തനി ഫി, നിനക്ക് അവിടെ എന്നെ കാണാമായിരുന്നു എന്ന് അല്ലാഹു പറയുന്നുണ്ട്. അപ്പൊ ഇഹലോകത്ത് അള്ളാഹുവിനെ കാണാൻ കഴിയുമെന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ യഥാർത്ഥ രൂപത്തിൽ കാണാൻ കഴിയുമെന്നല്ലല്ലോ. നേരെ മറിച്ച് അള്ളാഹുവിന്റെ സാന്നിധ്യം കൊണ്ട് നമുക്ക് അള്ളാഹുവിന്റെ സാന്നിധ്യം തിരിച്ചറിയാൻ കഴിയുമെന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഈ റമദാനിൽ അങ്ങനെ അള്ളാഹുവിന്റെ സാന്നിധ്യം തിരിച്ചറിയുവാനും അള്ളാഹുവിന്റെ പ്രതീക്ഷയ്ക്കൊത്ത് നമുക്ക് ജീവിതം ക്രമീകരിക്കാൻ പറ്റിയിട്ടുണ്ടോ എന്നൊരു ആത്മവിചാരണ അനിവാര്യമാണ്. അള്ളാഹു എവിടെയെല്ലാം നമ്മളെ പ്രതീക്ഷിച്ചു, എല്ലാ റമദാനിലും എല്ലാ ജമാഅത്ത് നമസ്കാരത്തിലും അള്ളാഹു നമ്മളെ പ്രതീക്ഷിച്ചിരുന്നു. നമ്മൾ ആ പ്രതീക്ഷയ്ക്കൊപ്പം എത്തിയിട്ടുണ്ടോ? അവ്വൽ സൊഫിൽ അള്ളാഹു നമ്മളെ പ്രതീക്ഷിച്ചതാണ്, നമ്മൾ എത്തിയിട്ടുണ്ടോ? അതുപോലെ തന്നെ രാത്രിയുടെ അവസാന സമയത്ത് അള്ളാഹു പറയാണ്, ഞാൻ ഇറങ്ങി വരും എന്നാണ്. നമ്മുടെ ഒരു ആവശ്യം ഒരാളോട് പറഞ്ഞ് പരിഹരിക്കണമെങ്കിൽ നമ്മൾ അയാളുടെ അടുത്തേക്ക് അങ്ങോട്ട് പോകണം. അല്ലാഹു പറയാണ്, അത് വേണ്ട, ഞാൻ അങ്ങോട്ട് വരാം. ഇൻസുലു റബ്ബുന തബാറക വ തആല ഹീന യബ്ഖാ സുലുസുൽ ലൈൽ ആഖിർ, രാത്രിയുടെ 1/3 കഴിഞ്ഞാൽ അള്ളാഹു ഈ ആകാശത്തിലേക്ക് ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് ചോദിക്കും, മയസ്അലുനി, ചോദിക്കുന്നുണ്ടോ നിങ്ങൾ? ഞാൻ തരാം. പ്രാർത്ഥിക്കുന്നുണ്ടോ? ഞാൻ ഉത്തരം തരാം. ഇസ്തിഗ്ഫാർ നടത്തുമ്പോൾ ഞാൻ പുറത്തു തരാം എന്ന് നമ്മളെ കേൾക്കാൻ, നമ്മുടെ പ്രതീക്ഷയ്ക്കൊത്ത് അള്ളാഹു ഇങ്ങോട്ട് വന്നപ്പോൾ അവിടെ അള്ളാഹുവിനെ കാണാൻ നമ്മൾ ഉണ്ടായിരുന്നോ? സഹോദരന്മാരൊന്ന് ആലോചിച്ച് നോക്കും. പാവപ്പെട്ട ഒരു മനുഷ്യൻ അവന്റെ ആവശ്യവുമായി നമ്മുടെ മുമ്പിൽ വരികയാണ്. ഒരു പക്ഷെ നമ്മളൊന്ന് സഹായിച്ചാൽ അവന്റെ ആവശ്യം പരിഹരിക്കുമായിരുന്നു. അവനെ സഹായിച്ച് അള്ളാഹുവിനെ കാണാൻ നമ്മുടെ അവസരം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ? വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക എന്ന് പറഞ്ഞാൽ നാവും നമ്മുടെ റബ്ബും തമ്മിലുള്ള സ്വകാര്യ സംസാരമാണ്. ആ സംസാരത്തിൽ ഈ റമദാനിലെ 30 ദിവസങ്ങളിലും റബ്ബുമായി സ്വകാര്യ വർത്തമാനം പറയാൻ നമ്മൾ സമയം ഉപയോഗപ്പെടുത്തിയിരുന്നോ? അള്ളാഹുമായി സംസാരിച്ചോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഈ ഇഅ്തികാഫ് പൂർണ്ണമായും ഭാഗികമായും ഞാൻ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചിരുന്നു. റബ്ബുമായി നമുക്ക് ഒറ്റയ്ക്കിരിക്കാൻ, നമുക്ക് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്, അള്ളാഹുവിനോട് കുറെ ചോദിക്കാനുണ്ട്, മനസ്സിലെ ഭാരങ്ങളൊക്കെ ഉണ്ട്, സങ്കടങ്ങളൊക്കെ ഉണ്ട്. ഇത് പറയാൻ ഒറ്റയ്ക്ക് ഒഴിഞ്ഞിരിക്കാനായിരുന്നു പറഞ്ഞത്. അള്ളാഹു ഒരു പക്ഷേ ഒരു പള്ളിയുടെ മൂലയിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് നമ്മളെ പ്രതീക്ഷിച്ചിരുന്നു, അയാൾ വരുമെന്ന്. ആ പ്രതീക്ഷയ്ക്കൊത്ത് നമുക്ക് അവിടെ ചെല്ലാൻ കഴിഞ്ഞിരുന്നുവോ എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കും. സഹോദരന്മാരെ, ഇഹലോകത്ത് എത്രയോ അവസരം
ഒരു ദീനി സദസ്. ആ സദസ്സിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ജുമാ സദസ്സിനെ കുറിച്ചല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മലക്കുകളുടെ കൂട്ടത്തിൽ ഒരുപാട് മലക്കുകളുണ്ട്. ഓരോ മലക്കുകൾക്കും ഡ്യൂട്ടി വേറെയാണ്. ഒരു വിഭാഗത്തിലെ മലക്ക് സയ്യാഹീന ഫിൽ അർദ്, അവർ ഭൂമിയിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. എന്താ അവരുടെ ഡ്യൂട്ടി എന്നറിയാവോ? ഭൂമിയിൽ എവിടെയാണോ അള്ളാഹുവിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു സദസ്സ് കണ്ടാൽ അള്ളാഹു പറഞ്ഞു നിങ്ങൾ ആ സദസ്സിൽ പോയി ഇരിക്കണമെന്നാ. അങ്ങനെ മലക്കുകൾ ആ സദസ്സിൽ വന്നിരിക്കും. അവസാനം ആ സംസാരം തീരുന്നത് വരെയും ആ മലക്കുകൾ. ഇപ്പൊ ഈ ജുമാഅക്ക് തന്നെ നമ്മളെ ഇരിക്കുന്നതൊപ്പം അള്ളാഹു പറഞ്ഞയച്ച മലക്കുകളുടെ സാന്നിധ്യം കൊണ്ടുള്ള സദസ്സാണ്. അതുകൊണ്ടാണ് ഖുത്ബയിൽ ഖത്തീബ് പോലും സൂക്ഷിച്ച് സംസാരിക്കണം. നിങ്ങളെ ഖുത്ബ കേൾക്കുന്നത് മനുഷ്യർ മാത്രമല്ല, അള്ളാഹുവിന്റെ മലക്കുകൾ പോലെ ആ സദസ്സിലുണ്ട്. അതുകൊണ്ടാണ് സൂക്ഷ്മതയോടുകൂടി സംസാരിക്കണമെന്ന് ഖത്തീബാരോട് പോലും ഉപദേശിച്ചത്. നോക്കൂ, ആ സദസ്സിൽ മലക്കുകൾ വന്നിരിക്കുകയാണ്. സംസാരം കഴിയുമ്പോൾ അള്ളാഹു പറയുകയാണ് അവരോട് പോകല്ലേ എന്ന് പറ. എന്താണ്? അവർക്കൊരു സമ്മാനം കൊടുക്കാനുണ്ട്. എന്താണ് സമ്മാനം? ഖൂമു മഅ്ഫൂറൂന ലക്കും. അവരാ സദസ്സ് പിരിഞ്ഞു പോകുമ്പോൾ അവരോട് നിങ്ങൾ പറഞ്ഞേരെ, ഇത്ര 1 മണിക്കൂർ നേരം നിങ്ങൾ ഇവിടെ ഇരുന്നില്ലേ, ഇത്രയും സമയം നിങ്ങളുടെ പാപങ്ങളെല്ലാം അള്ളാഹു ചെറുപാപങ്ങൾ പൂർത്തു തന്നെ ഔദാര്യമായിട്ട് സമ്മാനമായി പൂർത്തു തന്നിരിക്കുന്നു എന്ന് അവരോട് പറഞ്ഞോ എന്നാൽ. നോക്കൂ, ആ സദസ്സ് പിരിഞ്ഞു പോകുമ്പോൾ അങ്ങനെയുള്ള എത്രയോ സദസ്സുകൾ നമുക്ക് പങ്കെടുക്കാമായിരുന്നു, നമുക്ക് വിവരം കിട്ടിയിരുന്നു, നമുക്ക് പോകാൻ കഴിയുമായിരുന്നു. ആ സദസ്സിൽ അള്ളാഹു നമ്മളെ പ്രതീക്ഷിച്ചതാണ്. ആ പ്രതീക്ഷയ്ക്കൊത്ത് നമ്മൾ എത്തിയ സഹോദരന്മാരെ. എന്താ തഖ്വ എന്ന് പറഞ്ഞാൽ? പണ്ഡിതന്മാര് പറഞ്ഞ തഖ്വ എന്ന് പറഞ്ഞാൽ അല്ല യറാക ഹൈസു നഹാക്. ഒന്ന്, നിന്നെ പ്രതീക്ഷിക്കാത്ത, നീ കാണരുത് എന്ന് പറഞ്ഞ സ്ഥലത്ത് നീ ഉണ്ടാകാൻ പാടില്ല. വല യഫ്ഖിദുക ഹൈസു അമറക. നിന്നോട് എവിടെയെല്ലാം നീ ഉണ്ടാകണം, അള്ളാഹു നിന്നെ പ്രതീക്ഷിക്കുന്ന സ്ഥലത്ത് നീ ഉണ്ടാകണം എന്ന് പറഞ്ഞാൽ ആ സ്ഥലത്ത് നീ ഉണ്ടാകലാണ് തഖ്വ എന്ന് പറഞ്ഞാൽ. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താണ്? ഇഹലോകത്ത് അള്ളാഹുവിന്റെ സാന്നിധ്യം അനുഭവിച്ചറിയാൻ നമ്മൾ തിരക്ക് കൂട്ടിയ ഫഫിറു ഇലല്ലാ. അല്ലാഹു നിങ്ങളെ അള്ളാഹിലേക്ക് ഓടിപ്പോ, അള്ളാഹുലേക്ക് ഓടി വാന്നാ പറഞ്ഞത്. നമ്മുടെ ഓട്ടം അള്ളാഹുവിലേക്ക് നമ്മൾ ഓടിയെന്ന. ഇത് ഞാൻ എന്തിനാ റമദാനിൽ പറയുന്നറിവോ? റമദാനിലെ നോമ്പുകാർക്ക് മാത്രമാണ് സ്പെഷ്യലായി അള്ളാഹുവിനെ കാണാൻ ഒരു അവസരം ഉണ്ടെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നോമ്പുകാരന് 2 സന്തോഷമുണ്ട്. എപ്പോഴാ? ഒന്ന് ഇന്ദ ഫിത്രിഹി, ആ പട്ടിണി കിടന്ന് വൈകുന്നേരം മഗ്‌രിബിന്റെ ബാങ്ക് കൊടുക്കുമ്പോൾ, നോമ്പ് തുറക്കുമ്പോൾ ഒരു ആത്മനിർവൃതി ഉണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ആ സന്തോഷം അത് നമ്മൾ ഇത്രയും ദിവസം ആവോളം അനുഭവിച്ചവരാണ്, തീർന്നില്ല. ഒരു സന്തോഷം ബാക്കി വച്ചിട്ടുണ്ട്. എന്താണെന്നറിയോ? ഇന്ദ ലിഖാഇ റബ്ബിഹി. നിങ്ങൾക്കൊരു സന്തോഷം വരാനുണ്ട്. നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ നേർക്ക് നേരെ കാണും. നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ നേർക്ക് നേരെ കാണുന്ന അത് നോമ്പുകാർക്ക് സ്പെഷ്യലായിട്ട് അവസരമാണ്. എന്താ കാരണം? ഞാൻ പറഞ്ഞത് കൊണ്ടാണല്ലോ നിങ്ങൾ ഈ ഒരു മാസം പട്ടിണി കിടന്നത്. പട്ടിണി കിടന്നാണ് ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ ഉറക്കം വേണ്ടെന്ന് വെച്ചു. പള്ളികളെല്ലാം സജീവമായിരുന്നു. സഹോദരന്മാരെ, നമ്മൾ ആ ഗണത്തിലുണ്ടോ? നാളെ പരലോകത്ത് വരുമ്പോൾ സ്വർഗത്തിൽ നോമ്പുകാരെ പ്രത്യേകമായി വിളിച്ചിട്ട് അവരുടെ മുമ്പിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കാണാൻ വേണ്ടി വരുന്ന രംഗത്ത് അതിൽ നമ്മൾ ഉണ്ടാകേണ്ടേ? ഞാൻ വെറുതെ പറയുകയല്ല. മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തെ കുറിച്ച് ചരിത്രത്തിൽ കാണാവുന്ന ഒരു സംഭവമുണ്ട്. അദ്ദേഹത്തിന്റെ മരണരംഗമാണ് സംഭവം. അദ്ദേഹം മരണവെപ്രാളത്തിലാണ്. മരണവെപ്രാളത്തിന്റെ വേദന നമുക്കറിയില്ല, അനുഭവിച്ചാൽ ആരും പറഞ്ഞിട്ടില്ല. അങ്ങനെ അനുഭവിച്ച് പറഞ്ഞ ഒരേ ഒരു വ്യക്തിയുള്ളൂ, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. നബിക്ക് തന്നെ ഏറ്റവും ലഘൂകരിച്ചിട്ട് കൊടുത്തത്, ഏറ്റവും ലഘൂകരിച്ചു കൊടുത്തത് നബിക്ക്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ ആയിഷ ഇന്നലിൽ മൗതി സഖറാത്ത്, മരണത്തിന് സഹിക്കാൻ കഴിയാത്ത വേദനയാണ് കേട്ടോ എന്ന. നോക്ക്, എത്ര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലഘൂകരിച്ചു കൊടുത്തിട്ടും ആ വേദന സഹിക്കാൻ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞില്ല എന്ന് പറഞ്ഞത്. അപ്പൊ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ മരണവേദനയിൽ, മരണവെപ്രാളത്തിൽ അദ്ദേഹം അനുഭവിക്കുന്ന പ്രയാസം കണ്ടപ്പോൾ അദ്ദേഹത്തിന് അടുത്ത് നിന്ന് ആളുകൾ പറഞ്ഞു, എന്തൊരു പ്രയാസമാണ് ബിലാലിന, എന്തൊരു പ്രയാസമാണ് ബിലാലിന. അപ്പൊ ബിലാൽ റളിയല്ലാഹു പറഞ്ഞു, അങ്ങനെ പറയരുത്, എനിക്കൊരു പ്രയാസമില്ല, ഒരു പ്രയാസമില്ല, ഞാൻ ഇന്ന് വളരെ സന്തോഷവാനാണ്. എന്താ കാരണം അറിവോ? ഞാൻ ഇന്ന് മരിച്ചാൽ നാളത്തെ പ്രഭാതത്തിൽ ഇന്ന് മരിച്ചാല് നാളെ എന്റെ റബ്ബിനെയും എന്റെ ഹബീബിനെയും കാണാൻ പോവുകയാണ്. നമുക്ക് പറയാൻ പറ്റുമോ?
ഇന്ന് നമ്മുടെ ജീവിതം അവസാനിച്ചു കഴിഞ്ഞാൽ നാളെ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ നമുക്ക് കഴിയുമെന്ന് എന്തെന്ന് എത്ര ഉറപ്പുണ്ട്? ബിലാൽ റളിയല്ലാഹു ഉറപ്പായിരുന്നു. എന്താ കാരണം? ജീവിതത്തിൽ ഉമയ്യത്ത് ബിൻ ഖലഫിന്റെ ചാട്ടവാറിന്റെ അടി കേൾക്കുമ്പോഴേ അഹദ് അഹദ് എന്ന് അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ച് പറഞ്ഞുകൊണ്ട് ജീവിതത്തിൽ അള്ളാഹുവിന്റെ അസ്തിത്വത്തെ തിരിച്ചറിഞ്ഞ വ്യക്തിത്വമാണ് ബിലാൽ. അതുകൊണ്ട് ഉറപ്പ ഇവിടെ കണ്ട ആളെ അവിടെ കാണൂ. ഇവിടെ കാണാൻ ശ്രമിക്കാത്തവര് പരലോകത്ത് വരുവാൻ കാണാൻ കഴിയില്ല. അതുകൊണ്ട് സഹോദരന്മാരെ, റമദാൻ മുഴുവൻ അള്ളാഹുവിലേക്ക് ഓടുവാനും അള്ളാഹുവിലേക്ക് ചെല്ലുവാനും അള്ളാഹുമായി സംസാരിക്കുവാനും അള്ളാഹുമായി പങ്കുവയ്ക്കുവാനുമുള്ള നമ്മുടെ അവസരത്തിൽ അള്ളാഹുവിന്റെ പ്രതീക്ഷക്കൊത്ത് നമ്മുടെ പ്രതീക്ഷ സ്ഥലത്തൊക്കെ നമ്മൾ എത്തിപ്പെട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നാളെ പരലോകത്ത് അള്ളാഹു സ്പെഷ്യലായി വിളിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടും. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, റമദാൻ എന്തിനായി ചോദിച്ചാൽ നമ്മുടെ ഹൃദയങ്ങൾ ശുദ്ധീകരിക്കാനായിരുന്നു എന്നുള്ളതാണ്. നമ്മുടെ ഹൃദയങ്ങൾ ശുദ്ധീകരിച്ചോ? റമദാനിലേക്ക് കയറിയപ്പോഴുള്ള അതേ മനസ്സുമായിട്ടാണോ റമദാനിലെ യാത്രയ്ക്കാൻ നമ്മൾ നിൽക്കുന്നത്? ഖൽബുൻ സലീം, അഴുക്കില്ലാത്ത, പാപങ്ങളില്ലാത്ത, അതുപോലെ തന്നെ ഒരു നിലക്കുമുള്ള അഴുക്കുകളുമില്ലാത്ത ശുദ്ധമായ ക്ലീനായ ഒരു ഹൃദയം ഈ റമദാൻ കൊണ്ട് നമുക്ക് രൂപപ്പെട്ടിട്ടുണ്ടെങ്കിൽ പരലോകത്ത് അള്ളാഹുവിന്റെ മുൻപിൽ പോയി നിൽക്കാം. എങ്ങനെ നിൽക്കേണ്ടത്? എങ്ങനെയാണോ ഈ ഭൂമുഖത്തേക്ക് അള്ളാഹു നമ്മളെ പറഞ്ഞയച്ചത്, ആ നേച്ചറുണ്ട്, ഫിത്രത്ത്, ശുദ്ധ പ്രകൃതി, ആ പ്രകൃതിയോട് കൂടി അള്ളാഹുവിന്റെ മുമ്പിൽ പോയി നിൽക്കാൻ കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു, നമ്മൾ സുരക്ഷിതമായി നിർത്തും. അപ്പൊ നമ്മുടെ ഹൃദയങ്ങൾ ശുദ്ധീകരിച്ചോ എന്ന ഒരു ആത്മപരിശോധന നമ്മൾ നടത്തണം. ഞാൻ പറഞ്ഞല്ലോ, അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു മനുഷ്യനെ ഇഷ്ടപ്പെട്ടു എന്നതിന്റെ അടയാളം എന്താണെന്നറിയോ? അള്ളാഹുവിന്റെ പ്രതീക്ഷക്കൊത്ത മനുഷ്യന് ജീവിക്കാൻ കഴിയുന്ന. ഇന്നല്ലാഹ ഇദാ അഹബ്ബ അബ്ദൻ ഇസ്തഅമലഹു. അള്ളാഹ് ഒരു മനുഷ്യനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അള്ളാഹു പിന്നെ അവന് നല്ല നല്ല പ്രവർത്തികൾ ചെയ്യാൻ അവസരം ഒരുക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ, ഏതൊക്കെ നല്ല അവസരങ്ങളുണ്ടോ, നല്ല സാഹചര്യങ്ങളുണ്ടോ, അവിടെയൊക്കെ എത്തിപ്പെടുവാനും അത് ഉപയോഗപ്പെടുത്തുവാനുമുള്ള തൗഫീഖ് കൊടുക്കുക. എത്രത്തോളം? യുവഫിഖു ലിഅമലി സാലിഹി ഖബല മൗതിഹി. മരണത്തിന് മുമ്പ് എല്ലാ നന്മകളും ചെയ്യാൻ അള്ളാഹു അവന് തൗഫീഖ് കൊടുക്കും. തൗഫീഖ് വലിയ വിഷയമാണ്. എന്താ? എല്ലാം ഉണ്ടാകും, നമുക്ക് ആരോഗ്യം ഉണ്ടാവും, സമ്പത്തുണ്ടാവും, സമയം ഉണ്ടാവും, പക്ഷെ ചെയ്യാൻ പറ്റൂല. എന്താ പറ്റാത്തത്? തൗഫീഖ് കിട്ടിയിട്ടില്ല. അപ്പൊ തൗഫീഖ് എന്താ കിട്ടാത്തത്? അള്ളാഹ് നമ്മളെ ഇഷ്ടപ്പെട്ടിട്ടില്ല. അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെട്ടാൽ ഒരു ചാൻസ് നഷ്ടപ്പെടാതിരിക്കാൻ എത്ര തിരക്കായാലും അള്ളാഹു ഒന്നാമത്തെ വക്തിൽ നമ്മളെ എത്തിക്കും. പള്ളിയിൽ എത്ര തിരക്കായാലും എത്ര ക്ഷീണായാലും നമ്മളറിയാതെ അള്ളാഹ് രാത്രി നമ്മളെ ഉണർത്തും. എത്ര തിരക്കായാലും ഖുർആൻ ഓതാനുള്ള സമയം അള്ളാഹു നമുക്ക് തരപ്പെടുത്തി തരും. ഏത് യാത്രയിലും എത്ര തിരക്കായാലും ശരി, നമ്മുടെ ജമാഅത്ത് സമയത്ത് അള്ളാഹു തന്നെ ഒരു അവസരം നമുക്ക് ഒരുക്കി തരും. നമ്മുടെ സമ്പത്തിന് വലിയ പ്രയാസത്തിലാണ്, എന്നാലും നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹു പരിഹരിച്ചു തരും. നമ്മുടെ ഒരുപാട് സങ്കടങ്ങളൊക്കെ ഉണ്ടാവും, പതറി പോകും എന്ന് നമ്മൾ നിൽക്കുന്ന സമയത്ത് നമ്മളെ താങ്ങി നിർത്തും അള്ളാഹു. അതാ അള്ളാഹുന്റെ തൗഫീഖ് എന്ന് പറഞ്ഞാൽ. സുമ്മയബ്യദുഹു അലാ ദാലിക്. അങ്ങനെ കർമ്മനിരതനായ നിലയിൽ അള്ളാഹു അവനെ പിടികൂടുമെന്നാണ്. അതാണ് അള്ളാഹുവിന്റെ തൗഫീഖ് കിട്ടാന്ന് പറഞ്ഞാൽ. ഈ തൗഫീഖ് കിട്ടലാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിന് ഇഷ്ടം നേടാൻ പറ്റുക രൂപത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മൾ ക്രോഡീകരിക്കുന്നത്. അത് ഈ റമദാനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പരലോകത്തേക്ക് വലിയ നേട്ടങ്ങളായി മാറണം, ഉപകാരപ്പെടണം, ഇത് ഉപയോഗപ്പെടുത്തണം എന്നതാണ് ഗൗരവത്തോട് സൂചിപ്പിക്കുന്നത്. മാത്രവുമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞൊരു വാചകമുണ്ടല്ലോ, എത്ര വൈകാരികമാണെന്നറിയോ? മൻ അഹബ്ബ ലിഖാ അല്ലാഹി അഹബ്ബല്ലാഹു ലിഖാഹു. ഒരാൾ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ കൊതിച്ച് നടന്നാല് അവന്റെ വരവ് കാത്ത് അള്ളാഹു കാത്തിരിക്കുന്ന. ഇഹലോകത്ത് അള്ളാഹുവിനെ കാണാൻ കൊതിച്ച് നടന്ന ഒരു മനുഷ്യന്റെ വരവും കാത്ത് പരലോകത്ത് അള്ളാഹ് കാത്തിരിക്കും. എന്നിട്ട് വിളിക്കും, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, സമാധാനമടഞ്ഞ ആത്മാവേ, ഇർജിഇ ഇലാ റബ്ബിക റാദിയത്തൻ മർദിയ. ഒരു ടെൻഷനും വേണ്ട, ഒരു ഭയവും വേണ്ട, ഇങ്ങോട്ട് കയറി പോരൂ, നിന്റെ വരവും കാത്ത് ഞാൻ ഇരിക്കുകയായിരുന്നു. ദുനിയാവിൽ ഒരുപാട് സ്ഥലങ്ങളിൽ എന്നെ കാണാൻ നീ ഓടി നടന്നതാണ്. ഞാൻ എന്റെ സാന്നിധ്യമുള്ള സ്ഥലങ്ങളിലൊക്കെ നീ എത്തിപ്പെട്ടിരുന്നു. അതുകൊണ്ട് നിന്റെ വരവ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. അതുകൊണ്ട് ഫദ്ഖുലി ഫീ ഇബാദി, ദാ എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട അടിമകൾ അവരിതാ സ്വർഗത്തിലേക്കാ, നീയും അവരിലേക്ക് കയറിക്കോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തിരുന്ന ആ
ആ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ പറയുകയാണ്. നോക്ക്, ഇതൊക്കെ ആർക്കാ കിട്ടണമെന്നറിവോ? ഈ പറഞ്ഞ സമയവും സന്ദർഭമൊക്കെ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മഹാസൗഭാഗ്യം കിട്ടുന്ന ആളുകളാണ്. അള്ളാഹു അത്തരം ആളുകളെ നമ്മളെല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, മറ്റൊന്ന് എന്താണെന്നറിവോ? നമ്മുടെ റമദാനിൽ നമ്മൾ നേടിയെടുത്ത വലിയൊരു കരുത്തുണ്ട്, അത് പറയാതിരിക്കാൻ വയ്യ. എന്താ? അള്ളാഹു എത്ര ഭംഗിയായിട്ട് നമ്മളെ പാകപ്പെടുത്തിയെന്ന് ആലോചിച്ച് നോക്കൂ. 2 സംഗതികൾ പ്രധാനമായി നമ്മുടെ വിലക്കി. ഒന്ന് ആഹാരപാനീയങ്ങൾ, 2 നമ്മുടെ ഭാര്യ പകല്. ഇത് രണ്ടും അടിസ്ഥാനപരമായി നമുക്ക് ഹലാലാണല്ലോ. ഇത് രണ്ടും അടിസ്ഥാനപരമായി നമുക്ക് അനുവദിക്കപ്പെട്ട സംഗതിയാണ്. പക്ഷെ ആ അനുവദിക്കപ്പെട്ട സംഗതി വിലക്കിക്കൊണ്ട് നമ്മളെ പാകപ്പെടുത്തുകയാണ്. അതെന്തിനാ? അതായത് നിങ്ങൾ നിഷിദ്ധങ്ങളിലേക്ക് വിലക്കുന്നതിന് മുമ്പ് അനുവദിക്കപ്പെട്ട സംഗതികൾ വിലക്കിക്കൊണ്ട് നമ്മളെ മാനസികമായി പ്രാപ്തരാക്കി പാകപ്പെടുത്തി ട്രെയിൻ ചെയ്തെടുത്തു. എന്തിനാ? ഇനി 11 മാസമുണ്ട്. ആ 11 മാസങ്ങൾ ഞാൻ ഇത്ര നിങ്ങളോട് പറയരുത്. ഈ 1 മാസം നിങ്ങൾ എങ്ങനെയാണോ പാകപ്പെട്ടത്, അതുപോലെ നിങ്ങൾ ഹലാൽ ഒഴിവാക്കിയതുപോലെ എൻ്റെ ഒരു കൽപ്പന വന്നാൽ ഹറാമിൽ നിന്ന് നിങ്ങൾ വിട്ടു നിൽക്കണം. അതിനാണ് ഹറാമിൽ നിന്ന് നമുക്ക് വിട്ടു നിൽക്കാൻ വേണ്ടി അല്ലാഹു നമ്മളെ പാകപ്പെടുത്തി. മാനസികമായി സാമ്പത്തികമായി പ്രയാസം അല്ലാഹു പറഞ്ഞു, നിങ്ങൾ കൊടുത്തോ, ഞാൻ പകരം തരാന്ന്. നോക്കൂ, നമുക്ക് എന്താ ഉറപ്പെന്നറിയുമോ? കൊടുത്തവരെന്താ ഉറപ്പെന്നറിയുമോ? ഞാൻ കൊടുത്തു, എനിക്ക് ആര് പകരം തരും? അല്ലാഹു തരും. അങ്ങനെ ഒരു ഉറപ്പ് പറഞ്ഞ ശക്തി വേറെ ഇല്ലല്ലോ. ആരാ നമ്മോട് പറഞ്ഞ കൊടുത്തോ ഞാൻ തന്നേക്കാന്ന്? അല്ലാഹു പറയാ, നീ കൊടുത്താൽ നിനക്ക് ഞാൻ പകരം തരുന്നു. സഹോദരന്മാരെ, കൊടുത്തവരൊക്കെ പകരം കിട്ടുള്ളൂ. കൊടുത്തവരൊക്കെ പകരം കിട്ടിയിട്ടുള്ളൂ. കൊടുത്തവർക്ക് അല്ലാഹു പകരം തരാന്ന് പറഞ്ഞിട്ടുള്ളൂ. കൊടുക്കാത്തവർ ആ പകരം കിട്ടുമെന്ന് വിചാരിച്ച് നടക്കുന്നതിൽ യാതൊരു പ്രസക്തിയില്ല. കൊടുത്തവർക്ക് പകരം കിട്ടും, ഒരു സംശയവുമില്ല എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യമാണ്. അതുകൊണ്ടാണ് ഒരു നന്മയ്ക്ക് 10 ഇരട്ടി, 70 ഇരട്ടി, 700 വേണ്ട, കണക്ക് നോക്കണ്ട, കൊടുത്തോ, വാരിക്കോരി എഴുതിക്കോ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാനിനെ കുറിച്ച് പറഞ്ഞത്. എത്ര സുവർണ അവസരങ്ങളാണ്! ഇതൊക്കെ സത്യസന്ധമായി നമ്മൾ ഉപയോഗപ്പെടുത്തുക. യഥാർത്ഥത്തിൽ എനിക്ക് ഏറെ വേറെ തോന്നലോ, ഈ സദസ്സിൽ അങ്ങനെ ഒരാളുണ്ടാകരുതെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. റമദാനിന് ഏകദേശം കൃത്യമായി പറഞ്ഞ നമുക്ക് ഒരാഴ്ച മാത്രമേ കഷ്ടിച്ച് ബാക്കി നിൽക്കുന്നുള്ളൂ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ കലാം ഈ റമദാനിന്റെ അവസാന ദിവസത്തിന് മുമ്പ് ഓതി തീർത്തിരിക്കണം കേട്ടോ. ഓതി തീർത്തിരിക്കണം. അങ്ങനെ തീർക്കാത്ത ഹതഭാഗ്യര്, നമുക്കെതിരായി ഖുർആൻ നിൽക്കുന്നവര് നമ്മൾ ഉണ്ടാകരുത്. പ്രത്യേകിച്ച് ഈ ഇതിൽ ആരുണ്ടാകരുത് എന്നെന്റെ മനസ്സ് വല്ലാതെ പ്രയാസപ്പെടുകയാണ്. പല ആളോട് ചോദിക്കുമ്പോൾ ഞാൻ വെറുതെ ചോദിച്ചതാണ്, എവിടെ വരെ ഓതി എത്തിയെന്ന്. അപ്പൊ അദ്ദേഹം ഉത്തരം പറയുന്നില്ല. എനിക്കറിയാം അത് ഓതിയിട്ടില്ല. നോക്ക്, ഇനി എവിടെന്നാ ഇത് എപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നത്? ഒരു അവസരം എല്ലാം തന്നിട്ടും ഒരു പ്രാവശ്യം പോലും അല്ലാഹു പറയും, ഞാൻ നീയുമായി സ്വകാര്യ സംസാരത്തെ റെഡിയാന്ന് പറഞ്ഞിട്ട് പോലും അതിന് പോലും നീ സന്നദ്ധത കാണിച്ചില്ലല്ലോ. ഇനി ഒരു ദുരിതങ്ങൾ വന്ന് നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ആ സമയത്ത് യാ റബ്ബേ എന്ന് പറഞ്ഞ് കൈകൾ നീട്ടാനാണ് ഇരിക്കുന്നത്. ഒരു പരീക്ഷത്തിൽ ഇരയാകാനുള്ള മാനസികമായി കരുത്ത് നമുക്കുണ്ടോ? ഇല്ലല്ലോ. മാനസികവും ശാരീരികവുമായി നമ്മൾ എത്രയോ ദുർബലരാണ്. അതുകൊണ്ട് അള്ളാഹു എപ്പോഴാണ് അള്ളാഹുവിലേക്ക് അടുത്തു വരാൻ പറഞ്ഞത്, ആ സമയത്ത് നമ്മളൊക്കെ ഉണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സംരക്ഷിക്കുമെന്നുള്ളതാണ്. പിന്നെ ഈ ഈമാന്റെ കരുത്തുണ്ടല്ലോ, ഈ ചൈതന്യം ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാചകമുണ്ട്, വല്ലാതെ നമ്മൾ ശ്രദ്ധിക്കാൻ. നബി പറഞ്ഞു, പരലോകത്ത് വരുന്ന ഒരു കൂട്ടരുണ്ട്, അത് അവര് ഒരു ഭാഗത്ത് അവർ എല്ലാം കൊണ്ട് യോഗ്യരാണ്, മറുഭാഗത്ത് അവർ ദുർബലരുമാണ്. അപ്പൊ സഹാബത്ത് അങ്ങനെ ആൾക്കാരുണ്ടോ? അതെ, എന്താ യോഗ്യത? വലിയ പർവ്വത സമാനമായ നന്മകളുമായി പരലോകത്ത് വരുന്ന തിഹാമ പർവ്വതമാണ് നബി പറഞ്ഞത്. അറേബ്യയിൽ അറിയപ്പെട്ട വലിയ പർവ്വതമാണ് തിഹാമ. നമ്മളിപ്പോ എവറസ്റ്റ് കൂടെ മൂടി എന്ന് പറയില്ലേ, എന്നതുപോലെ പറയാണ്. പർവ്വത സമാനമായ നന്മകളുമായി പരലോകത്ത് വരും. പക്ഷെ ആ ഒരൊറ്റ നന്മയും അവർക്ക് സ്വർഗത്തിൽ പോകാൻ ഉപകരിക്കില്ല. അതിന്റെ കാരണം അതൊക്കെ ആ നന്മകളെയൊക്കെ പൊടിപടലങ്ങളായി പറത്തിക്കളിയല്ല. അപ്പൊ നബിയെ അതെന്ത് നഷ്ടമാണോ, അതെന്താ കാരണം? അപ്പൊ നബി പറഞ്ഞു, ഇതാണ് അവരുടെ യോഗ്യത. ഒരുപാട് നന്മകൾ ചെയ്തു കൂട്ടിയവര്, പക്ഷെ അവർക്കൊരു വീക്ക്നെസ് ഉണ്ടായി. ആ വീക്ക്നെസ് ഇതിനെ മുഴുവൻ തകർത്തു കളഞ്ഞു. എന്താ വീക്ക്നെസ്? ഇദാ ഖലൗ ബി മഹാരിമില്ലാഹി ഇൻതഹഖു. ഒരു തെറ്റ് ചെയ്യാൻ അവർക്കൊരു അവസരം കിട്ടിയാൽ ആ തെറ്റ് അവർ ചെയ്തിരിക്കുന്ന, ആരും കാണുന്നില്ല, ആരും അറിയുന്നില്ല,
ആരാരും ശ്രദ്ധിക്കാതെ വരുമ്പോൾ ഒരു നിഷിദ്ധമായ അള്ളാഹു വിലക്കിയ ഒരു സംഗതി ചെയ്യാൻ അവസരം കിട്ടിയാൽ ആ തെറ്റിൽ അവർ ചെയ്തിരിക്കുമെന്നാണ്. നോക്കൂ, ആ ഒരൊറ്റ ദൗർബല്യം കൊണ്ട് ഈ നന്മകൾ നഷ്ടപ്പെടുകയാണ്. സഹോദരന്മാരെ, പരസ്യമായി അള്ളാഹിനെ സൂക്ഷിക്കുന്ന ഒപ്പം തന്നെയും അതിനേക്കാൾ രഹസ്യ ജീവിതത്തിൽ അള്ളാഹുവിന്റെ സൂക്ഷ്മത നമുക്കുണ്ടാകണം. രഹസ്യ ജീവിതവും പരസ്യ ജീവിതവും ഒരുപോലെ ബാലൻസ് ആയി കൊണ്ട് നടക്കുന്ന ആളുകൾക്ക് മാത്രമാണ് പരലോകത്ത് സ്വർഗമെന്ന് നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് ഈ റമദാനിൽ നേടിയെടുത്ത ചൈതന്യം ഉണ്ടല്ലോ, നമുക്ക് പഠിച്ചോണ്ട് നാഥ, ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് പ്രയാസപ്പെട്ടാണ് ഇവിടം വരെയൊക്കെ ഞങ്ങൾ എത്തിയത്. നമ്മൾ സഹാബത്തിനെ പോലെ അല്ലല്ലോ, എത്രയോ ദുർബലരാണ്. സഹാബത്ത് നബിയെ കണ്ട് ദീൻ പഠിച്ച ആളുകളാണ്. അപ്പൊ അവർക്ക് സ്വർഗവും നരകവും എന്നൊക്കെ പറയുമ്പോൾ നേരത്തെ നേരം ഉറപ്പാണ്, നബി ജീവിച്ചിരിക്കേണ്ടതാണ്. നമ്മൾ കേട്ടും മാത്രമേ പരിചയമുള്ളൂ, എന്നിട്ട് നമ്മളിത് ഹക്കാണെന്ന് വിശ്വസിച്ച് കൂടെ നിന്ന് ഇതൊക്കെ ചെയ്യുകയാണ്. അപ്പൊ നമുക്കൊന്നും നിരാശ ബാധിക്കേണ്ടതില്ല. അപ്പൊ നമുക്ക് കുറെയൊക്കെ ദൗർബല്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ശരി, ഇവിടം വരെയും അള്ളാഹുവെ പരമാവധി ഞങ്ങൾ പരിശ്രമിച്ചിട്ടുണ്ട്. ഈ നേടിയെടുത്ത ചൈതന്യം ഏതെങ്കിലും ഒരു കാരണത്തിന്റെ പേരിൽ ഞങ്ങൾ തട്ടിക്കളയരുത് എന്ന് നമ്മൾ പ്രാർത്ഥിക്കാം. പഠിച്ചവനെ ഈ ചൈതന്യം അവസാനം വരെ കൊണ്ടു നടക്കാൻ, അടുത്ത റമദാൻ വരെയും ഇതിന്റെ പ്രഭയിൽ, ഇതിന്റെ വെളിച്ചത്തിൽ, ഇതിന്റെ ചൈതന്യത്തിൽ ജീവിക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേ എന്ന് നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കാം. അതോടൊപ്പം ഒരുപാട് കാര്യം നമ്മൾ ചെയ്തു കൂട്ടിയിട്ടുണ്ട്, അത് സ്വീകരിക്കണ്ടേ. റബ്ബനാ തഖബ്ബൽ മിന്ന, നാഥ ഇതൊക്കെ സ്വീകരിക്കണം കേട്ടോ. ഒരു കാര്യം പറയാം, ഇത് തട്ടിക്കളയരുത്. ഞങ്ങൾ പോരായ്മകളൊക്കെ ഉണ്ട്, ഒരുപാട് കുറവുകൾ സംഭവിച്ചിട്ടുണ്ട്. എന്നാലും നീ റഹ്മാനാണല്ലോ, റഹീമാണല്ലോ. നിന്റെ കാരുണ്യത്തിന് വേണ്ടി, നിന്റെ ശിക്ഷയെ ഭയന്ന്, നിന്റെ സ്വർഗത്തെ ആഗ്രഹിച്ച ഇതെല്ലാം ചെയ്തത്. അതുകൊണ്ട് നീ ഞങ്ങളിൽ സ്വീകരിക്കണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കാം. അത് രണ്ടും കൂടിയാകുമ്പോൾ അള്ളാഹു നമ്മളെ കൈവിടില്ല എന്ന ആത്മവിശ്വാസമാണ് നമുക്കുള്ള പ്രതീക്ഷ. ആ പ്രതീക്ഷയുമായി നമുക്ക് മുന്നോട്ട് പോകാം. നമുക്ക് ഈ റമദാന് യാത്ര അയക്കുമ്പോൾ പറയേണ്ട സംഗതി എന്താണെന്നറിയോ? ഇതാ യാ റമദാൻ, റമദാനെ മാനസികമായി മനസ്സ് നീറിയാണ് ഞങ്ങൾ നിന്നെ യാത്രയാക്കുന്നത്. ഇൻഷാ അല്ലാഹ് തൗഫീക്ക് ഉണ്ടെങ്കിൽ അള്ളാഹ് ആയുസ് നീട്ടി തരികയാണ്. ഇതിനേക്കാൾ ഭംഗിയായി നിന്നെ കണ്ടുമുട്ടാൻ ഞങ്ങൾ പരിശ്രമിക്കാം എന്ന പ്രാർത്ഥനയോടുകൂടി നമുക്ക് റമദാൻ യാത്രയാക്കാം. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാലിച്ച് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്. ഞാൻ ആമുഖമായി ഓതി വെച്ച ആയത്തിന്റെ ആശയം നിങ്ങളുമായി പങ്കുവയ്ക്കാം. അല്ലാഹു സുബ്ഹാനഹു തആല പറയുകയാണ്, വഔഫു ബിഅഹദില്ലാഹ്, നിങ്ങൾ ഇദാ ആഹദ്തും, നിങ്ങൾ അല്ലാഹുവോട് ചെയ്ത കരാർ, ആ കരാർ നിങ്ങൾ പാലിക്കണം. വലാ തൻഖുദുൽ ഐമാന ബഅദ തൗകീദിഹ, നിങ്ങൾ ഒരു തീരുമാനം എടുത്തിട്ട് ആ തീരുമാനം നിങ്ങൾ ലംഘിക്കരുത്. എന്താ കാരണം എന്നറിയോ? വഖദ് ജഅൽതുമുല്ലാഹ അലൈക്കും കഫീല, നിങ്ങൾ ആ തീരുമാനം എടുത്തപ്പോഴേ അള്ളാഹുവിനെ സാക്ഷി നിർത്തിയുടെ തീരുമാനം എടുത്തത്, അതാണ് ഗൗരവം. ഇനി നിങ്ങളത് ലംഘിക്കരുത്. ഇന്നല്ലാഹു യഅലമു മാ തഫ്അലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നത് അള്ളാഹു അറിയുന്നതാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ തീരുമാനം എടുത്ത്, പഠിച്ചവനെ റമദാനാണ് വരാൻ പോകുന്നത്, ഞാൻ ഇതൊക്കെ പിന്മാറി തെറ്റ് തിരുത്തി നന്നാകാം എന്ന് തീരുമാനം പടച്ചവനെ പിടിച്ച് നമ്മൾ എടുത്തതാണ്. അതുകൊണ്ട് അത് ലംഘിക്കരുത്. അതാ നിങ്ങൾ എന്നെ സാക്ഷി ജാമ്യക്കാരനാക്കി എടുത്ത തീരുമാനം അത് ലംഘിക്കരുതാണ്. നോക്കൂ, അപ്പൊ അള്ളാഹുവിനെ ജാമ്യക്കാരനാക്കി എടുത്ത തീരുമാനം നമ്മൾ ലംഘിച്ചാൽ അതിൻ്റെയൊക്കെ ഭവിഷ്യത്ത് എത്രയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ആ തീരുമാനം നിലനിർത്താൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. എൻ്റെ ചെറുപ്പക്കാരോട് പറയാനുള്ള ഉപദേശം എന്താ അറിയാം? റമദാനിൽ അത് വലിയ പ്രതീക്ഷയാണ്, ആര് നിസ്സാരമായി കാണണ്ട. റമദാനിൽ നിങ്ങൾ അടച്ചു വച്ച സൈറ്റുകളുണ്ടല്ലോ, കയറാതിരുന്ന തുറക്കാതിരുന്ന സൈറ്റുകൾ, അള്ളാഹുവിനെ വിചാരിച്ച് ഇനി തുറക്കരുത്. നമ്മൾ അന്ന് അള്ളാഹുവിനെ ഭയന്ന് ആണ് ആ സൈറ്റ് വേണ്ടാന്ന് വെച്ചത്, കയറാതിരുന്നത് നമ്മുടെ നിയന്ത്രണത്തിലായിരുന്നു. അതുകൊണ്ട് ചെറുപ്പക്കാരോടും കുട്ടികളോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ വേണ്ടാന്ന് വെച്ചത് ഇനി നമ്മൾ അതിലേക്ക് പോകരുത്. അള്ളാഹു നമുക്കും അത് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, അവസാനമായി നമ്മൾ കുറേ ആളുകൾ നമ്മൾ ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഒന്ന് നമ്മുടെ ഈ പള്ളി സ്ഥാപനത്തിൽ, ഇപ്പോൾ ഇതിലിരിക്കുന്ന എത്ര ആളുകൾക്ക് അറിയുന്നത് എനിക്കറിയില്ല, ഏകദേശം 100 കൊല്ലത്തിൻ്റെ മേലെയായി
ഈ പള്ളിയും സംവിധാനം ഇവിടെ വന്നിട്ടുള്ളത്. അഥവാ ഞാൻ ചരിത്രം ഇപ്പോൾ ഗാന്ധിജി റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇവിടെ ഇറങ്ങുമ്പോൾ അന്ന് ഇതൊരു മുസാഫിർ ഖാനയായിരുന്നു എന്നാണ്. ഇതിൻ്റെ തുടക്കക്കാർ, ഇതിന് തുടങ്ങിയ ആളുകളുണ്ടല്ലോ, ഇത്ര ഇത് ഡെവലപ്പായി വരുമെന്ന് ഒരിക്കലും സ്വപ്നം കാണാതെ പോയ ആളുകൾ, അന്ന് പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി വരുന്നവർക്ക് ഒന്ന് നമസ്കരിക്കുവാനും വിശ്രമിക്കുവാനും വേണ്ടി തുടങ്ങിയ ഒരു ചെറിയ സംവിധാനമാണ് ഇത്ര വലുതായത്. 2004 ഈ പള്ളി ഞാൻ കുത്തുബയ്ക്ക് മുകളിലാണ് അന്ന് കുത്തുബ നിർവഹിച്ചത്. അന്നൊക്കെ 2 സ്വപ്പ് 2.5 സ്വപ്പ് തികയാൻ പ്രയാസം എടുത്തിരുന്നു. അത്രയോ ഡെവലപ്പായി മാറി. അത്രയും വർഷം 60 കൊല്ലമായി നമ്മുടെ ഈ പള്ളിയിൽ ജുമുഅ തുടങ്ങിയിട്ട്. അത്ര നീണ്ട പാരമ്പര്യമുണ്ട്. ഇതിൻ്റെ മുൻകാലക്കാരുടെ ഒരു സതുദ്ദേശത്തിൻ്റെ ഫലമാണ്. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവർക്ക് അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പോൾ ഈ നമ്മളുമായി ബന്ധപ്പെട്ട ഇതിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ ഈ പള്ളിയെ സഹായിച്ച ആളുകളൊക്കെ ഉണ്ട്. നമ്മുടെ റമദാന്റെ കിറ്റിന് വേണ്ടി പൈസ തന്ന ആളുകളുണ്ട്. ഇവിടെ ഇഫ്താറിന് വേണ്ടി പൈസ തന്നവരുണ്ട്. എത്തിയും റിലീഫിന് വേണ്ടി പൈസ തന്നവരുണ്ട്. സ്ഥാപനങ്ങൾക്ക് വേണ്ടി തന്നവരൊക്കെ ഉണ്ട്. ഇതൊക്കെ പടച്ചോന്റെ വജഹ് ഉദ്ദേശിച്ചു മാത്രം. അല്ലാഹുവേ, നീ ഞങ്ങളതെല്ലാം പൂർണ്ണമായി സ്വീകരിക്കണമേ. തന്ന ആളുകൾക്കൊക്കെ നീ അർഹമായ പ്രതിഫലം നൽകി അവരുടെ സ്വത്തിനും ജീവിതത്തിനും കുടുംബത്തിനും ബർക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പിന്നെ അതുപോലെ തന്നെ ഇതിനുമായി ബന്ധപ്പെട്ട ഇതിൻ്റെ പ്രവർത്തകർ, ഇതിൻ്റെ മറ്റ് ആളുകൾ, ജോലിക്കാർ, എല്ലാവരും നമ്മളൊക്കെ ഒന്നിച്ചാണ് ഈ സ്ഥാപനത്തെ മുന്നോട്ട് പോകുന്നത്. അവർക്കൊക്കെയും നമുക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് രോഗികൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഈ ജുമുഅ അവസാനത്തെ വെള്ളിയാഴ്ചയെങ്കിലും പള്ളിയിൽ ഓടി എത്രത്തോട്ട് കഴിയണം എന്ന് ദുആ ചെയ്യണോട്ട് ഉസ്താദേ എന്ന് പറഞ്ഞ ആളുകൾ വരെയുണ്ട്. പക്ഷെ അവർക്കൊന്നും പറ്റിയിട്ടില്ല. നമുക്ക് പറ്റി. അതല്ല, നമ്മൾ മിടുക്കന്മാരും അവർ മോശക്കാരായതുകൊണ്ടൊന്നല്ല. അതൊക്കെ പ്രത്യേകമായ കാരുണ്യം നമ്മൾ മനസ്സിലാക്കാം. അള്ളാഹു അവരുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റിക്കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. സാമ്പത്തികമായി പ്രയാസം അല്ലെങ്കിൽ ഒട്ടേറെ ആളുകളുണ്ട്. മാനസികമായി സമ്മർദ്ദരായ ആളുകളുണ്ട്. അതുപോലെ ആശുപത്രി വീടുകളുമായി കഴിഞ്ഞുകൂടുന്ന സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട്, മറ്റു രോഗികളാണൊക്കെ ഉണ്ട്. അള്ളാഹു അവർക്കൊക്കെയും ആശ്വാസം, രക്ഷയും മോനോ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളൊക്കെ ഒരു അല്പം സ്വസ്ഥതയിലും സമാധാനത്തിലും സൗകര്യത്തിലാണ്. അത് ചെറുതൊന്നല്ല, വലിയ ഗൗരവപ്പെട്ട സംഗതി തന്നെയാണ്. വലിയ അനുഗ്രഹത്തിലാണ് നമ്മളൊക്കെ ഇപ്പോൾ ഉള്ളത്. പക്ഷെ പല ഇതിനേക്കാളും സമ്പന്നമായ മുസ്ലിം നാടുകളിൽ പോലും അവർ അസ്വസ്ഥരാണ്, സമാധാനം നഷ്ടപ്പെട്ടവരാണ്. അള്ളാഹു ലോകത്തെ എല്ലാ മുസ്ലിം, പ്രത്യേകിച്ച് മുസ്ലിം രാജ്യങ്ങളിലൊക്കെയും ശാന്തിയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ നമ്മുടെ രാജ്യത്തിനും അള്ളാഹു ശാന്തിയും സമാധാനവും സ്വസ്ഥതയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണപ്പെട്ടു പോയ ആളുകൾക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ പരലോകത്തോറും റയ്യാൻ എന്ന സ്വർഗീയ കവാടത്തിലൂടെ പ്രവേശിക്കുന്ന സൗഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആൻ, വിശുദ്ധ റമദാൻ അനുകൂലമായി സാക്ഷി പറയുന്ന സൗഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കുടുംബത്തിന് ശാന്തിയും സമാധാനവും സ്വസ്ഥതയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മക്കളെ അള്ളാഹു നമ്മോടൊപ്പം മരണം വരെ ചേർന്ന തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഇണകളിൽ അള്ളാഹു ബർക്കത്ത് നൽകുമാറാകട്ടെ. നമ്മുടെ സമ്പത്തിൽ, ബിസിനസ്സിൽ, ജോലിയിൽ, പഠനത്തിൽ അള്ളാഹുവിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാക്കി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أحينا للكتاب والسنة ومتنا مع الإيمان والتوبة. ربنا آتنا في